പൊന്നാനി മണ്ഡലത്തിലെ ഗുരുവായൂർ ആൽത്തറ സ്റ്റേറ്റ് ഹൈവേ റോഡിൽ BM കായലിന് കുറുകെ പുനർനിർമ്മിച്ച കുണ്ടുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടന കർമ്മം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള റോഡ് നിർമ്മാണ രീതിയായ BM&BC രീതി അവലംബിച്ചാണ് കേരളത്തിലെ മിക്ക റോഡുകളുടെയും നിർമ്മാണം നടക്കുന്നതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BM&BC ആക്കാൻ ലക്ഷ്യം വെച്ചതിൽ 60% നേടാനായി എന്നതാണ് യാഥാർത്ഥ്യം. LDF സർക്കാർ വന്നതിനു ശേഷം പശ്ചാത്തല വികസനത്തിൽ നടന്നത് ഒരു മാജിക്കാണ്. ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ 5550 കോടി രൂപ വകയിരുത്തി. 600 കിലോമീറ്ററോളം വരുന്ന ദേശീയപാതയുടെ 500 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, തുരങ്കപാത എന്നിവയെല്ലാം മികച്ച രീതിയിലാണ് നിർമ്മാണം നടന്നുവരുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ വഴി 32 കോടിയിലധികം വരുമാനം ഓൺലൈൻ ബുക്കിംഗ് മുഖേന നേടാനായി. അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നതിൽ കിഫ്ബിയുടെ പങ്ക് ചെറുതല്ല. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWDക്ക് മാത്രമായി ലഭിച്ചതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ ജനകീയ ഉദ്ഘാടനവും ശിലാസ്ഥാപന അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. പൊന്നാനി മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് നടന്നത്. പ്രധാനപ്പെട്ട 4 പാലങ്ങളുടെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല കൂടി ഉണരുന്നതോടെ പൊന്നാനി മലപ്പുറം ജില്ലയിൽ ഒന്നാമതെത്തുന്ന രംഗം വിദൂരമല്ലെന്ന് MLA പറഞ്ഞു. കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായ കുണ്ടുകടവ് പാലത്തിന് പകരമായുള്ള പാലത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29.3 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ടായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം. അതിനാൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി 26.00 മീറ്റർ നീളമുള്ള 7 സ്നാപ്പുകളും മധ്യത്തിൽ 45.00 മീറ്റർ നീളമുള്ള ഒരു സ്നാപ്പുമടക്കം 227.00 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2 വരി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനായി 7.50 മീറ്റർ വീതിയിൽ കാരേജ് വേയും ഇരുവശങ്ങളിലുമായി 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെ പാലത്തിന് മൊത്തം 11.00 മീറ്റർ വീതിയുണ്ട്. കൂടാതെ പൊന്നാനി ഭാഗത്ത് 200 മീറ്റർ നീളത്തിലും വെളിയങ്കോട് ഭാഗത്ത് 130 മീറ്റർ നീളത്തിലുമുള്ള അപ്രോച്ച് റോഡും പൊന്നാനി ഭാഗത്ത് ഒരു വശത്തായി 180 മീറ്റർ നീളത്തിലും വെളിയങ്കോട് ഭാഗത്ത് ഒരു വശത്തായി 60 മീറ്റർ നീളത്തിലുമായി 3.00 മീറ്റർ വീതിയോട് കൂടിയ സർവീസ് റോഡും പാലത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. BM&BC അനുബന്ധ റോഡുകളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിട്ടുണ്ട്. കൂടാതെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാവശ്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയിൽ PWD പാലങ്ങൾ വിഭാഗം ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത്, മറ്റു തദ്ദേശ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,